എന്റെ പൊന്നടിയോ ഇപ്പൊ തന്നെ ആക്സിഡന്റ് കഴിച്ചാ ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ ലൈവ് ആക്സിഡന്റ് ആണ്. ഞാൻ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. പെട്ടെന്നൊരു സൗണ്ട് ചെന്ന് നോക്കിയപ്പോ വണ്ടി ഇടിച്ച് തവിട്ടുപൊടി. ഡ്രൈവറെ കാണാനില്ല. അതാണ് അതിനേക്കാൾ വലിയ രസം. ഡ്രൈവർ എന്തായാലും കാണില്ല. അവസാനം എടുത്തപ്പോ ഡീസലൊക്കെ കലക്കണ്ടായി. ഇനി അവനാണോ ഡ്രൈവർ, ആരെ ഡ്രൈവറൊന്നും അറിയാൻ പാടില്ല. ഒന്നാമത് നമുക്ക് ഇവരുടെ ഭാഷ അറിയില്ല, അവരെന്തിട്ട് പറയണമെന്ന് അറിയില്ല. എല്ലാരും വെച്ച് ഞാനാ ഡ്രൈവർന്ന്. ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞു. ഓ സമ്മതിക്കണം, ഞാൻ ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ സംഭവമാണ്. ലൈവ് ഇപ്പണ്ടായ ആക്സിഡന്റാ എന്റെ മോനെ. മഹാരാഷ്ട്രയില് ട്രെയിലറാണല്ലോ. എന്റെ പൊന്നെ പാത്രം വരെ തെറിച്ച്. ആൾക്കെന്തിന് പറ്റിയാവോ? ആളുണ്ടോന്ന് അറിയില്ലടാ. എന്റെ മോനെ അതിലാളെ കാണാനില്ല. ആളെവിടെ പോയി? ആളെ അടിയിൽ കൊണ്ട് പോയാവോ? അതിലാളെ കാണാനില്ലട്ടോ. അതിലാ ആളെ ഉള്ളിൽ കാണാനില്ല. അടിയിൽ പോയി എന്തിട്ടാന്നോ ഒരു ഒച്ച ഒന്നും കേൾക്കാതെയാ. എന്റെ മോനെ അതെങ്ങനെ പോയോ കയ്യുന്ന വണ്ടി? ആൾക്കാരെ കൂടിയുണ്ട്, നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരാൾക്കാർ കൂടി. കണ്ടെയ്നറാണ്, മറ്റേ കാർ ഗാഡിയാന്ന് തോന്നണ കണ്ടിട്ട്. സംഭവം ഡ്രൈവറെ കാണില്ല, വണ്ടിയിലും ആളില്ല. എന്റെ മോനെ ഇതെങ്ങനെ ഇത് തോടാട്ടത്. എല്ലാവരും ഇങ്ങോട്ട് നോക്കണ്ട്. തോടാണ്. തോട്ടിലെങ്ങനെ പോയാവോ? ആളെ വിളിക്കണ്ട്. ആൾക്കാർ തോട്ടിലേക്ക് ഇറങ്ങി നോക്കണ്ടാ. നമുക്കവിടെ ചെയ്യണ്ട. ഒരു ഭയങ്കര ആക്റ്റീവാ. നമുക്കൊരു ഭാഷ അറിയില്ല, അത് മെയിൻ വിഷയം. അവര് തോട്ടിലേക്ക് ഇറങ്ങി നോക്കണ്ട്. ആംബുലൻസ് വിളിക്കണ്ട്. അപ്പം വിളിക്കണ പയ്യൻ. ഞാൻ ഫുഡൊക്കെ അടിച്ചിരിക്കായിരുന്നു. ഇഷ്ട അപ്പാണ് സൗണ്ട് കേട്ടെ. ഓടി ഒന്ന് നോക്കിയപ്പോ വണ്ടി ഇടിച്ച് പണ്ടാറടങ്ങി കിടന്നു. പാത്രമൊക്കെ തെറിച്ചു പോയി. പാത്രം കിടക്കണണ്ട. ഫാനൊക്കെ തെറിച്ചു പോയി. പക്ഷെ ഡ്രൈവറെ കാണാനില്ല. ഇത് ഫോണിന്റെ സാധനം, ഫോൺ വയ്ക്കണ സ്റ്റാൻഡ് കണ്ടോ? പാത്രങ്ങള്. ഡ്രൈവറെ മാത്രം കാണാനില്ല. ഡ്രൈവർ എവിടെ പോയി നിൽപ്പെടുത്തില്ല. അത് ഡീസൽ പോകണ്ട. ഡീസൽ ടാങ്കില് ഡീസൽ പോയിക്കൊണ്ടിരിക്കുക. ആണോ? ഡീസൽ പോയിക്കൊണ്ടിരിക്കുക. ഡീസൽ ടാങ്ക്. എന്റെ പൊന്നെ ഇതൊക്കെ ഇടിച്ചിട്ട് എന്റെ പൊന്നെ തവിട്ട് പൊട്ടിയായി. എന്റെ പൊന്നെ ഇത് നേരത്തെ അശ്രദ്ധയായിരിക്കും. അയാളുടെ കോട്ട കിടക്കണ്ട്. ഈ താഴത്തൊരു തോടണ്. ആ കാണുന്നൊരു തോടണ്. കുഴി, വലിയ കുഴിയാ. അതിലെങ്ങാനും പോയണോ അറിയില്ല. എല്ലാവരും ഇറങ്ങി നോക്കണ്ട്. ആൾക്കാർ കൂടിയുണ്ട്. ഇവര് ഭയങ്കര ആക്റ്റീവാ. അവര് സെർച്ചിങ് ആണ്. പക്ഷെ ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ. കുറച്ചു നേരം തോടിന്റെ അവിടേക്ക് ഇറങ്ങണ്ട്. പക്ഷെ ആളെ മാത്രം കിട്ടിയിട്ടില്ല. തോട്ടിക്ക് ആൾക്കാർ ഇറങ്ങിയുണ്ട്. ആളിറങ്ങിയുണ്ട് നോക്കാനായിട്ട്. രണ്ടുപേരും ഇറങ്ങിയുണ്ട്. രണ്ടാൾക്കാരാ തോട്ടിക്ക് ഇറങ്ങി. വണ്ടി ഉണ്ട്, ആളില്ല. എന്റെ മോനെ ഇതെന്തൊരു സംഭവം? വണ്ടി മാത്രം തന്നെ ഓടി വന്ന വണ്ടി. വണ്ടി ചാലൊക്കെ ഈ വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന ചാലയെ കാണണ. എന്റെ പൊന്നു. ആൾക്കാരാ തോട്ടിലേക്ക് ഇറങ്ങി നോക്കി. ആളെ കാണാനില്ല. ആള് കഴിക്കണ ഫുഡിന്റെ പാത്രം കിടക്കണണ്ട. പാത്രമൊക്കെ തെറിച്ചു വന്നു. എന്റെ പൊന്നു അമ്മാരി ഇടിച്ചാണ്. ആള് വെക്കണ പാത്രം, കഴിക്കണ പാത്രം ഒക്കെ തെറിച്ചു പോകുന്നുണ്ടോ? എന്റെ മോനെ കാർ ഗാഡിയാണ് സംഭവം. കാർ കൊണ്ടാണ് വണ്ടിയാ. ആള് ഇടിച്ചിടിൽ തെറിച്ചു പോയാവോ? തങ്ങടേക്കൊക്കെ പോയി നോക്കണ്ടവര്. അവിടെ ഒന്നും പോയിട്ട് കിട്ടള. ഇവിടെ പോയി പുള്ളി. സൈഡിൽ കൂടെ ഇറങ്ങി നോക്കണ്ടവര്. ഒച്ചപ്പാടാട്ടാ. ഒച്ചപ്പാട് വേളവിടെ. ആൾക്കാരെ കൂടിയുണ്ട്. ഫുൾ ഒച്ചപ്പാടാ. വണ്ടി മാത്രമുണ്ട്, ഡ്രൈവറില്ല. ഡ്രൈവറെ കിട്ടിയില്ല. എല്ലാവരും പോയി തുടങ്ങി. വണ്ടി മാത്രമുണ്ട്, ഡ്രൈവറില്ല. ഇതെന്തിട്ട് അത്ഭുതം കണ്ട. അടിയിൽ തോടാണ്. വെള്ളം പോണ തോടാ. അതിലൊന്നും കാണാനില്ല. അതിലൊക്കെ ആൾക്കാർ ഇറങ്ങി നോക്കിയതാ. അതൊന്നും കാണാനില്ല.
ഒരാളുടെ ജാക്കറ്റ് ഒക്കെ എടുത്ത് നോക്കണ്ടാ, വല്ല ID പ്രൂഫോ മൊബൈൽ എന്തെങ്കിലും നോക്കണ്ടേ. ഓ ഹെഡ്സെറ്റ് അവരാരണ്ട് വിളിക്കുന്നുണ്ട്, ആ നമ്പറിൽ ആരണ്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു നോക്കണ്ട സ്റ്റേ. ഇത് എന്തൊരു സെറ്റപ്പ്. എന്തൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞില്ല, ആള് മാത്രല്ല വണ്ടി ഉണ്ട്. ആളെ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഡീസൽ ബക്കറ്റില് പിടിക്കാണ് ഡീസൽ പോണത്. വണ്ടി മാത്രമേ ഉള്ളൂ, ആളില്ല. എല്ലാവരും പോയി. ആംബുലൻസ് ഒക്കെ വിളിച്ചായിരുന്നു അവര്. ആളെ കാണാണ്ട് പിന്നെ ആംബുലൻസ് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ പമ്പില് കിടന്ന സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ആക്സിഡന്റ് കണ്ട. എന്റെ മോനെ തന്നിട്ട് സംഭവം ഒരു പിടുത്തം കിട്ടല. ഡീസൽ മാറ്റിക്കൊണ്ടിരിക്കുക അവര്. ഈ കല്ലങ്കുമ്പോ ഒന്നാട്ടോ ഇടിച്ചേ വേണ്ട, ഈ ഇടിച്ച സാധനം കൊടുക്കണോ ഇത് ഇതുമ്പോ ഒന്നാ ഇടിച്ചാണ്. പക്ഷെ എന്റെ മോനെ ആകെ നാശമായി വണ്ടി. ആ ഇടിയില് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും സൈഡ് സാധനങ്ങൾ തെറിച്ച് വന്നു. സ്റ്റേ അതിന്റെ ഉള്ളിൽ ഒന്നും കാണാനില്ല. അങ്ങോട്ട് നോക്കി എന്റെ പൊന്നെ, എഞ്ചിന് വില കിടക്കണോണ്ടാ ഉറുമ്പ് അടിച്ചില്ല. തോടാണ് താഴ്ത്തി കാണേ. തോട്ടിക്ക് അങ്ങനെ പോയാ ഇറങ്ങി നോക്കിയ ആൾക്കാര്, പക്ഷെ കാണാനില്ല. ആൾക്കാര് രണ്ടുപേരും ഇറങ്ങി നോക്കിയതായി തോട്ടിക്ക്. ഒരു ചുള്ളാൻ ഡീസൽ അലക്കാണ്ടാ അവന്റെ കാറിലേക്ക് കൊണ്ട് ഒഴിക്കാറ്. ഞാൻ അത് കാണിക്കാറാടാ, അതാ മറ്റേ ഇഷ്ടല്ലേ. എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആൾക്കാരല്ലക്കും കൊണ്ടുപോയി വണ്ടി തവിട്ട് പൊട്ടി വെച്ചേ. എന്നാലും ഡ്രൈവർ അവിടെ പോയി ആലോചിക്കണം. ഡ്രൈവറെ കാണാനില്ല. ഡ്രൈവർ അവിടെ പോയി. ഞാൻ അവൻ അങ്ങനെ എടുത്ത് ചാടിയാ. അവനാന്ന് ഡ്രൈവർ. അവൻ വന്ന് ഡീസൽ ടാങ്കിന്റെ മുകളിലോട്ട് തുറക്കാൻ നോക്കണ്ട്. അവൻ വന്ന് ഡ്രസ്സും വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയിണ്ട്. അവൻ ഇടിച്ചു എന്നൊക്കെ പറയണ. എന്നിട്ടാണ് അവനാന്ന് തോന്നുന്നു ഡ്രൈവർ. അവൻ തന്നെയാന്ന് തോന്നണ ഡ്രൈവർ. ഡീസൽ അവന് ഊറ്റുണ്ട്. അവൻ എന്തൊരു കൂളായിട്ടിരിക്കണല്ലേ. വണ്ടി ഒരത്തലേക്ക് കേട്ടും പറഞ്ഞെടുക്കാ. അവൻ സിമ്പിൾ ആയിട്ടിരിക്കണേ. ഹൈവേയുടെ ആൾക്കാർ വന്നിട്ടാ, അവര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഹൈവേ പോലീസ് വന്നിട്ടുണ്ട്. ഇവരൊന്ന് കേസൊക്കെ എടുക്കായിരിക്കും. ആക്സിഡന്റ് നടന്നല്ലേ. കിടക്കണ വണ്ടി. ഞാൻ ഈ പമ്പിലാ കിടന്നാർന്ന്. കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ആയി കിടന്നതാ. ഇതാ കിടക്കുന്ന വണ്ടി. ഡീസൽ അവർ കൊണ്ടുപോകണ്ട. ഇതാ പോണവനാ ഡ്രൈവർ. അതഞ്ഞ് അവനാ ഡ്രൈവറിന് തോന്നണു. അവൻ വന്ന് ഡീസൽ എടുക്കണ്ടായ. എന്റെ പൊന്ന്, അവനൊരു ഇതില്ലേട്ടാ. അവനെന്തിട്ടത് വണ്ടി ഇടിച്ചു എന്നുള്ളൊരു ചിന്തയാവനില്ല. അവനൊരു ഇതില്ല. അവൻ കൂളായിട്ട് കിടക്കണ്ടായി അതിക്കടെ. എന്റെ പൊന്നു, എജ്ജാതി ആൾക്കാര്. ഇവർക്ക് ഇങ്ങനെയാട്ടാ, വണ്ടി ഇടിച്ചാലും ഇവർക്കൊരു പ്രശ്നമില്ല. ഇവര് തല കീഴണൊക്കെ മറിച്ചിടും. എല്ലാവരും പോയി. ആ ഇടിച്ചപ്പോൾ തിരക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും പോയി. ഇതേ കിടക്കുന്ന സാധനം. എന്റെ മോനെ, ഓ സമ്മതിക്കണം. ഞാൻ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് കണ്ട. ഫുഡ് അടി കഴിഞ്ഞ് പച്ചക്കറി കഴിച്ചേ. പച്ചക്കറിയും ചപ്പാത്തിയും കഴിച്ചേ. കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സംഭവം. എൻ്റെ മോനെ ഒന്നും പറയണ്ട.